നമസ്കാരം. നമസ്കാരം സാർ. സിംഗേഴ്സ് ആൻഡ് മ്യൂസിഷ്യൻസ് ഹബിലെ ഒരു ഗായിക എന്ന രീതിയിൽ ഇന്ന് പുഷ്പയെ സംബന്ധിച്ച ഒരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. സത്യം സത്യം. എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ? വളരെ അഭിമാനം തോന്നുന്നു എനിക്ക്. ഇങ്ങനെ ഒരു വേദിയിൽ ഒരിക്കലും പാടാൻ എനിക്ക് അവസരം കിട്ടില്ല. അത് സാറുമായിട്ട് പരിചയപ്പെട്ട് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഒരു വേദി കിട്ടി. അല്ലെങ്കിൽ ഒരിക്കലും ആർക്കും തന്നെ കിട്ടില്ല. സാറ് ശ്രമിക്കണം അതുപോലെ ഒരാളും പഠിപ്പിച്ച് ഇതുപോലെ കേട്ടില്ല. അത്രയും ഭയങ്കര ഇതാണ് അനുഭവം നമുക്ക് ഇതിനകത്തുനിന്ന്. പിന്നെ നല്ലൊരു സ്റ്റേജ്, നല്ല സൗണ്ട് സിസ്റ്റം, ഗ്രാഫിക്സ് എല്ലാം കൂടെ കൂടിയിട്ട് സാധാരണ സ്റ്റേജിലൊക്കെ പറഞ്ഞേക്കാൾ ഭയങ്കര ഒരു അനുഭവമാണിത്. ആർക്കും ഒന്ന് കൊതിയാവും ഇവിടെ ഒന്ന് പാടാനായിട്ട്. അത്ര ഒരു ഭയങ്കര സാറിന് നമസ്കരിക്കണം. താങ്ക് യു. എനിക്ക് മറ്റൊരു ചോദ്യം. സാധാരണക്കാരായ ഗായകർക്ക് ഈ വേദി ഒരിക്കലും എത്തിപ്പെടാവുന്നതല്ല, ശരിയല്ലേ? ശരിക്കും സാധാരണ ആർക്കും എത്താൻ പറ്റില്ല സാറേ, ആർക്കും പറ്റില്ല. സാറ് വിചാരിച്ചതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആർക്കാ ഇതുപോലെ പാടാൻ പറ്റില്ല. എനിക്കൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വേദിയൊന്നും. സാറിൻ്റെ അടുത്ത് വന്നതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ആർക്കും പറ്റില്ല അത്. ഇനി വേദിയിലേക്ക് പാടാൻ വരുന്ന ഗായകരോട് എന്താണ് ശ്രീമതി പുഷ്പയ്ക്ക് പറയാനുള്ളത്? എല്ലാവരും സാറിൻ്റെ ഒപ്പം വന്ന് പഠിച്ച് സാറിൻ്റെ കൂടെ പാടണം എന്ന് എനിക്ക് ഭയങ്കര, ഞാൻ എല്ലാവരോടും പറയണം. സാറിൻ്റെ കൂടെ പഠിക്കണവർ ഇവിടെ തന്നെ, അത് കൂടുതൽ ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് വന്ന് പഠിക്കാനായിട്ട്. കാരണം ഇങ്ങനെ ഒരു വേദി കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്. ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു ഒന്ന്. എനിക്കത് കിട്ടിയതുകൊണ്ട് ഞാൻ പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരും ഒരു ആഗ്രഹമുണ്ട് ഇങ്ങനെ വന്ന് പാടാൻ. എല്ലാവരോടും ഞാൻ പറയും ഇതുപോലെ ഒരു വേദിയിൽ ഇങ്ങനെ പാടാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ ഒരു നല്ലൊരു വേദിയാണ് എന്തായാലും. ഇനിയും നിരവധി വേദികൾ ശ്രീമതി പുഷ്പയെ തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു. എനിക്ക് വത്സലോട് ചോദിക്കാനുള്ളത്, വത്സല രണ്ടാമത്തെ തവണയാണ് ഫ്ലോറിൽ പാടുന്നത്. ആദ്യത്തെ തവണ വന്നപ്പോഴും രണ്ടാമത് വന്നപ്പോഴും വ്യത്യാസം എന്താണ്? നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് എനിക്ക്. എന്താ വെച്ചാൽ പാട്ടിനെ പറ്റിയുള്ള കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. സാറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ എനിക്ക് ഇത് സാധിച്ചത്. ഒരിക്കലും ഇങ്ങനെ ഒരു വേദിയിൽ പാടാൻ പറ്റുന്ന ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം, സ്വപ്നം പോലെ തന്നെയാണത് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഷാബു സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ്. വളരെ സന്തോഷമുണ്ട്, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര വലിയ സന്തോഷമാണ്. ആദ്യത്തെ തവണ പാടിയപ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ അനായാസം പാടുന്ന പോലെ ആ മുഖത്ത് നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്താ കാരണം? ശരിക്കും ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ നല്ല ടെൻഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇതുവരെ ഇങ്ങനൊരു സ്റ്റുഡിയോയിൽ വന്ന് പാടാനുള്ള പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ വട്ടം വന്നപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഇപ്പോൾ ആ കോൺഫിഡൻസ് കൂടി, ആത്മവിശ്വാസം കൂടി ഇവിടെ വന്ന്. പിന്നെ മാത്രമല്ല സാറിൻ്റെ ആ ഒരു ഞങ്ങൾ സ്റ്റുഡൻസിനോടുള്ള ആ ഒരു അത്രയും ഞങ്ങൾക്ക് എനർജി തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് പാടാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇനിയും നിരവധി വേദികൾ ഇതുപോലെ തന്നെ വത്സലയെ തേടിയെത്തട്ടെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു.